പുറപ്പെടും, എപ്പോഴേക്ക് മൃതദേഹം എത്തിക്കാൻ കഴിയും എന്നൊക്കെയുള്ളതിന്റെ കൂടുതൽ വിശദാംശം ഉണ്ടോ? അനുജ, എപ്പോൾ ഈ വിമാനം പുറപ്പെടുമെന്ന കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിനടക്കം തന്നെ അനുമതി തേടേണ്ടതുണ്ട്. എന്തായാലും വിദേശകാര്യ സഹമന്ത്രി ഇപ്പോൾ കുവൈറ്റിലാണ്. അവിടുത്തെ സാഹചര്യം വിലയിരുത്തി അതിനുശേഷം എപ്പോൾ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കും. അതോടുകൂടി മാത്രമേ ഹിൻഡൻ വ്യോമത്താവളത്തിൽ നിന്നും ഈ C-130J സൂപ്പർ ഹെർക്കുലിസ് വിമാനം പുറപ്പെടുകയുള്ളൂ. ഈ ഇന്ത്യക്കാരുടെ മൃതദേഹം ഒരുമിച്ച് കൊണ്ടുവരാനുള്ള നീക്കമെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും നടന്നു വരികയാണ്. നേരത്തെ കേരളത്തിലെ സഹമന്ത്രി ജോർജ് കുര്യൻ 24 സംസാരിച്ചിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയ തരത്തിൽ തന്നെയാണ് മൃതദേഹം ഒരുമിച്ച് കൊണ്ടുവരാനുള്ള നടപടികൾ ആലോചനയിലുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു വരികയാണ്. DNA പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഏത് തരത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. എന്തായാലും ഒരു കാലതാമസം ഉണ്ടാകില്ല എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതുപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. എന്തായാലും ഹിൻഡൻ വ്യോമതാവളത്തിൽ ഇത്തരത്തിൽ വിമാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. സൂപ്പർ ഹെർക്കുലിസ് വിമാനമാണ് ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നത്. നേരത്തെ പല രക്ഷാദൌത്യത്തിലും ഈ CJ-130 വിമാനമെല്ലാം തന്നെ രംഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും കുവൈറ്റിലെ ഈ അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹം കൊണ്ടുവരാൻ ഇപ്പോൾ തയ്യാറായി ഇരിപ്പുണ്ടെന്നാണ് ഇപ്പോൾ ME അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. കുവൈറ്റിലെ ലേബർ ക്യാമ്പിൽ തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം വ്യോമസേനയുടെ C-130J വിമാനത്തിലാണ് നാട്ടിലെത്തിക്കുന്നത്. ഹിൻഡൻ എയർബേസിൽ വിമാനം സജ്ജമാക്കിയിട്ടുണ്ട് എന്ന വിവരമാണ് നിതിൻ അംബുജൻ നൽകിയത്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രതികരിക്കുന്നുണ്ട്. ഈ അപകടത്തിൽ മരണമടഞ്ഞ ആകാശിന്റെ വസതി സന്ദർശിച്ചതിന് ശേഷം. പന്തളം സ്വദേശി ആകാശ് ശശിധരന്റെ വസതിയിൽ നിന്നാണ് കളക്ടർ പ്രതികരിച്ചത്. അദ്ദേഹം കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ പ്രതിനിധി അജീഷ് ജയകുമാർ ഉണ്ട് തത്സമയ വിവരങ്ങളുമായി. അജീഷ്, കളക്ടർ എന്താണ് പറയുന്നത്? ഈ കുടുംബാംഗങ്ങൾ ഈ വിയോഗം ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് കളക്ടർ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം വിവാഹം കഴിക്കാൻ ഒക്കെയുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നൊക്കെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നല്ലോ ആകാശ്. തീർച്ചയായും അനുജ, ഈ പത്തനംതിട്ട ജില്ലാ കളക്ടർ അല്പം മുമ്പാണ് ആകാശിൻ്റെ ഈ പന്തളത്തുള്ള ഈ വീട്ടിലെത്തി അവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചത്. അവർ അമ്മയും സഹോദരിയും അടക്കമുള്ള അടുത്ത ബന്ധുക്കൾ അവരുടെ വീട്ടിനകത്തുണ്ട്. അവരെ ആശ്വസിപ്പിച്ച് അദ്ദേഹം മടങ്ങുകയും ചെയ്തു. പ്രധാനമായിട്ടും ഈ പത്തനംതിട്ട ജില്ലയിലാണ് ഈ ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ മരണമടഞ്ഞിട്ടുള്ളത്. 6 പേരുടെ ജീവൻ നഷ്ടമായി എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ആകാശിൻ്റെ വിയോഗവും ഏറെ ദുഃഖകരമായ ഒന്നാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഈ വിവരം ഇവർ ഔദ്യോഗികമായി അറിയുന്നത്. അതും TV ചാനലിൽ ആകാശിൻ്റെ പേരെഴുതി കാണിച്ചപ്പോഴാണ് അവരുടെ അമ്മ പോലും വിവരം അറിയുന്നത്. ചൊവ്വാഴ്ച വൈകിട്ടും ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസവും വീട്ടിൽ എന്നും വിളിക്കുന്നത് പോലെ പതിവ് പോലെ സന്തോഷത്തോടെ ഫോൺ വിളിച്ച് വച്ചതാണ്. അതിനുശേഷം പിറ്റേ ദിവസം ഈ ദുരന്ത വാർത്ത അറിഞ്ഞപ്പോഴും മകന് ഒന്നും പറ്റിയിട്ടുണ്ടാകില്ല എന്നൊരു വിശ്വാസത്തിലായിരുന്നു ഈ കുടുംബം ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ ആകാശിൻ്റെ അച്ഛൻ മരിച്ചുപോയി വളരെ ചെറുപ്പത്തിലെ തന്നെ. അദ്ദേഹം 6 വർഷങ്ങൾക്ക് മുൻപാണ് പന്തളത്ത് നിന്ന് വിമാനം കയറി കുവൈത്തിലേക്ക് പോയത്. അതിനുശേഷം അവിടെ ആ കമ്പനിയിൽ NPTC എന്ന കമ്പനിയിൽ സ്റ്റോർ കീപ്പർ ആ വിഭാഗത്തിലാണ് ജോലി ചെയ്തിരുന്നത്. അതിനുശേഷം ഈ വരുന്ന ഓണത്തിന് നാട്ടിലേക്ക് വരാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഇതിനിടയിലാണ് ഈ വിയോഗം ഉണ്ടായത്. വളരെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഈ പന്തളത്തെ ആകാശിൻ്റെ ഈ വീട്ടിലുള്ളത്. അദ്ദേഹത്തിൻ്റെ അമ്മയും ശോഭനകുമാരി, അദ്ദേഹത്തിൻ്റെ സഹോദരി, അദ്ദേഹം അടുത്ത ബന്ധുക്കൾ, അങ്ങനെ സുഹൃത്തുക്കളൊക്കെ തന്നെ ഈ വീട്ടിൽ ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കളക്ടർ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ഒരുക്കങ്ങൾ ആണ് ഇനി ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത് എന്നാണ് കളക്ടർ പറഞ്ഞിട്ട് പോയിരുന്നത്. രാവിലെ മന്ത്രി വീണ ജോർജ് കുവൈത്തിലേക്ക് പോകുന്നതിന് മുമ്പും ഇവിടെ വീട്ടിലെത്തിയിരുന്നു. അമ്മയും സഹോദരിയും കുടുംബാംഗങ്ങളെയും കണ്ട് ആശ്വസിപ്പിച്ചിരുന്നു. അനുജ, കുവൈറ്റിൽ മരിച്ച പന്തളം സ്വദേശി ആകാശ് ശശിധരന്റെ വസതിയിൽ നിന്നാണ് അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകിയത്. ബന്ധുക്കളുണ്ട്, ഒപ്പം തന്നെ നാട്ടുകാരൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയം മുൻപ് കളക്ടർ കൂടി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് മടങ്ങി.